നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ പിള്ളേർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാറേ GDയുടെ ക്ലാസ് എടുക്കാമോ, SSC GDയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ക്ലാസ് എടുക്കാമോ എന്ന്. എന്നാൽ പിന്നെ ഇന്ന് അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSC GD പരീക്ഷയുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുവാണ്. ഈ 10 ചോദ്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ ഇത് ഇത്രയും പോരാ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതേപോലെ ഒരു വീഡിയോ ഇന്നൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ട് 2 പാർട്ട് 3 വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എടാ, ചോദ്യം ഇതാണ്: ഇഫ് ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ത്രൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഇസ് 48 സെന്റിമീറ്റർ. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം മക്കളെ, റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ ലെങ്തും ഉണ്ടായിരിക്കും ബ്രെഡ്ത്തും ഉണ്ടായിരിക്കും. എടാ, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിരിക്കും. മക്കളെ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ലെങ്തും ബ്രെഡ്ത്തും രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ 2 ലെങ്ത് 2 ബ്രെഡ്ത്ത് എല്ലാം കൂടെ കൂട്ടണം എന്ന് പറയുമ്പോൾ ലെങ്തും 2 ഉണ്ട്, ബ്രെഡ്ത്തും 2 ഉണ്ട്. സോ 2 × L+B എന്ന് നമ്മൾ പറയും. എടാ, ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്തുവാ? ഇതിൻ്റെ പെരിമീറ്റർ, മലയാളത്തിൽ ചുറ്റളവ് എന്നൊക്കെ പറയും. ഈ സാധനം, ഈ പെരിമീറ്റർ, അതായത് 2 × L+B തന്നിട്ടില്ലയോ മക്കളെ? ഉണ്ട്. അതാണല്ലോടാ 48. എടാ, 2 × L+B 48 ആണെങ്കിൽ L+B എത്ര ആയിരിക്കും മക്കളെ? എടാ, ഈ 2 കൊണ്ട് ഗുണിച്ചിരിക്കുന്ന ഇപ്പുറത്തൊന്ന് ഹരിക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? 24. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഇസ് ത്രൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. എടാ, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ അല്ലേ പറഞ്ഞേക്കുന്നത്? എത്ര പറഞ്ഞേക്കുന്നത്? ത്രൈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അതായത് ബ്രെഡ്ത്ത് എത്രയാണോ അതിന്റെ 3 മടങ്ങെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് 1 ആയിട്ട് എടുത്താൽ ലെങ്തിനെ എത്ര ആയിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. സോ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എത്ര കിട്ടിയടാ? 3:1. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി, ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 24. ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എത്ര? 3:1. എടാ, അപ്പൊ ഈ 3 1 കൂട്ടുന്ന 4 എന്ന് പറയുന്നതായിരിക്കത്തില്ല എടാ 24. അതെ. എടാ, 4 24 ആണെങ്കിൽ ബ്രെഡ്ത്ത് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 കണ്ടുപിടിച്ചാൽ പോരെ മക്കളെ? എടാ, 4 24 ആണെങ്കിൽ 1 എത്ര? 24 / 4 എത്ര കിട്ടുമെടാ? 6 സെന്റിമീറ്റർ. ഇനി അല്ല, നിങ്ങൾക്ക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേഷ്യോ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്താലും മതി. അതായത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്തും ബ്രെഡ്ത്തോടെ കൂട്ടിയാൽ 24 കിട്ടും. ഇൻറ്റു എടാ, ബ്രെഡ്ത്തിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 3:1 ഈ പാർട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 1 / റേഷ്യോന്റെ സം എടുക്കുക. 3 1 എത്രടാ? 4. അപ്പോഴും നമ്മളിത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്ക് വാങ്ങിക്കാം. മനസ്സിൽ ആലോചിച്ച് വേണമെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക്, ഈ എഴുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ചാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാം. എടാ, അടുത്ത ചോദ്യം നോക്കിക്കൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വളരെ വിശദമായിട്ടുള്ള അതിന്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അത് കണ്ടിട്ട് ഈ ചോദ്യം ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. എടാ, ചോദ്യം ഇതാണ്: ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ certain amount at 9% per annum for 2 years. പാസ്കൽസ് ട്രയാങ്കിൾ എന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഇനിയും പാസ്കൽസ് ട്രയാങ്കിളിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് വരിക. വീണ്ടും ഞാൻ അതുകൂടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ വീണ്ടും ഒത്തിരി ലെങ്ത് ആയിട്ട് പോകും. ചുരുക്കി വേണമെങ്കിൽ ഒന്ന് പറയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആദ്യത്തെ വർഷത്തേതാണെങ്കിൽ 1 എന്ന നമ്പർ ഓർക്കുക. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1 2 1 എന്ന നമ്പർ ഓർക്കുക. 3 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1 3 3 1 എന്ന നമ്പർ ഓർക്കുക. 4 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 1 4 6 4 1. വീണ്ടും ഞാൻ പറയുന്നു, ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ. എടാ, ഇവിടെ 2 വർഷത്തെ അല്ലേടാ പറഞ്ഞേക്കുന്നത്? അതെ. എടാ മക്കളെ, 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന വാല്യൂ എത്രടാ? 1 2 1. എടാ, ഞാൻ ഇവിടെ പ്രിൻസിപ്പിൾ എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രിൻസിപ്പിൾ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ട. പ്രിൻസിപ്പിളിനെ ഞാൻ 100 ആയിട്ട് അങ്ങ് എടുക്കുക. റേറ്റ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് 9 എന്ന്. എടാ, അപ്പം ഇവിടെ 100 ആണെങ്കിൽ 100ന്റെ 9% കണ്ടുപിടിച്ച് വേണം ഇവിടെ എഴുതാൻ. അത് കാണാതെ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പിടി കിട്ടത്തില്ല. അത് ഞാൻ വീണ്ടും പറയുന്നു. അത് കണ്ട് കുറച്ചെങ്കിലും അത് കണ്ട് ബേസ് മനസ്സിലാക്കിയിട്ട് ഇവിടെ വരിക. 100ന്റെ 9% എത്രടാ? 9. ഇനി വീണ്ടും എന്ത് എഴുതണം?
9% കണ്ടുപിടിച്ച് ഇതിന്റെ താഴെ എഴുതണം. എത്ര കിട്ടും? 0.81. ഓക്കെ. ഇടാ പാസ്കൽസ് ട്രയാങ്കിളിൽ കൂടെ 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാ? ഒന്ന്, എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എത്ര കിട്ടും. അതായത് ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തം വാല്യൂസ് എഴുതുക. അതായത് 100 × 1 100, 9 × 2 18, 0.81 × 1 എന്ന് പറയുമ്പോൾ 0.81. ഇതെല്ലാം കൂടെ എടുത്ത് കൂട്ടിയാൽ മുതലും പലിശയും കൂടെ ഉള്ളത് കിട്ടും. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് കിട്ടും. രണ്ടാമത്തെ വാല്യൂ മാത്രം എടുത്താൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അതായത് 18 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ആദ്യത്തെ വാല്യൂ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം കൂടെ എടുത്താൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ആദ്യത്തെ 2 വാല്യൂ ഒഴിവാക്കിയിട്ട് എടുത്താൽ കിട്ടുന്നതായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വാല്യൂ ഒഴിവാക്കുക. എന്ന് പറയുമ്പോൾ അത് രണ്ടും എടുക്കണ്ട. ബാക്കി എത്ര ഉള്ളത്? 0.81. എടാ ഈ 0.81 എന്ന് പറയുന്നതായിരിക്കും 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. അത് എത്ര മക്കളെ? 162. അപ്പോൾ 0.81 എന്ന് പറയുന്നതാണ് 162. എടാ 0.81 162 ആണെങ്കിൽ 1 എത്ര? 162 ഡിവൈഡഡ് ബൈ ഇവിടെ ഗുണിച്ചിരിക്കുന്ന സാധനം അപ്പുറത്ത് പോകുന്നു. 0.81 കൊണ്ട് ഹരിക്കുന്ന എത്ര കിട്ടുന്നില്ല? 200 എന്ന് കിട്ടുന്നു. എടാ 1% എത്ര കിട്ടി? 200 എന്ന് കിട്ടി. 1% 200 എന്ന് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? എടാ 1 200 ആണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 ആയിരിക്കും. 1 200 ആണെങ്കിൽ 100 എത്ര ആയിരിക്കും മക്കളെ? 200 × 100 എത്ര കിട്ടൂടാ? 20,000 രൂപ എന്ന് ആൻസർ കിട്ടും. 20,000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, 20,000 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എടാ അടുത്ത ചോദ്യം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് ഫുള്ളായിട്ടിരുന്ന് കാണുക. കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. അല്ലാതെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എടാ അടുത്ത ചോദ്യം. A television set marked at 17,500 offered at 14,000. എടാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അതിലും ഈ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എടാ ടെലിവിഷൻ സെറ്റ് മാർക്ക്ഡ് അറ്റ് 17,500 എന്ന് പറഞ്ഞാൽ ആ ടെലിവിഷൻ സെറ്റിന്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ MRP എന്ന് പറയുന്നത് 17,500 രൂപയാണ്. ആ സാധനം നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 14,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരും. അതായത് എടാ 17,500 രൂപയുള്ള ഒരു TV നിങ്ങൾക്ക് 14,000 രൂപയ്ക്ക് കിട്ടിയാൽ എത്ര രൂപ കുറച്ച് കിട്ടി നിങ്ങൾക്ക്? എടാ 3,500 രൂപ കുറച്ച് കിട്ടിയില്ലയോ? എടാ മക്കളെ ഈ 3,500 രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട്. എടാ നിങ്ങൾക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എത്ര രൂപ? 3,500 രൂപ. മക്കളെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം ഇങ്ങനെയാണ്. എടാ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് എത്ര? 3,500 ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് എത്ര? 17,500 ഇൻറ്റു 100. എടാ ഈ 2 പൂജ്യങ്ങളും വെട്ടിപ്പോത്തില്ലേ? പോകും. എടാ 35 5 പ്രാവശ്യം ആകുമ്പോഴല്ലേ 175? അതെ, അതായത് 35 5 × 5 25, 5 × 3 15 × 2 17. അപ്പോൾ എത്ര കിട്ടും? 1/5 എന്ന് കിട്ടും. അതായത് 100. പിന്നെ ഈ 5നെ 100നെ 5 കൊണ്ട് ഹരിക്കണം അല്ലേ? 100/5 എത്ര കിട്ടും? 20% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ നോക്കാം? യെസ്, 20% അല്ലേ? അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. ഇനി ഡിസ്കൗണ്ടും മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഇവിടെ എഴുതിയതിൽ സംശയമില്ലല്ലോ. എ ടെലിവിഷൻ സെറ്റ് മാർക്ക്ഡ് അറ്റ് 17,500, അതായത് 17,500 രൂപ അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് 14,000 രൂപയ്ക്ക് തരും. അപ്പോൾ ഈ 17,500 ആണ് അവർ അഡ്വർടൈസ് ചെയ്യുന്ന പ്രൈസ്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, MRP, പ്രിന്റഡ് പ്രൈസ്, ലിസ്റ്റഡ് പ്രൈസ്, അഡ്വർടൈസ്മെന്റ് പ്രൈസ്, ലേബിൾഡ് പ്രൈസ് എന്നൊക്കെ പറയും. അതായത് ആ സാധനത്തിന്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വില, അതാണ് MRP. അതിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും ഇവർ നമുക്ക് തരുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ, അതാണ് സെല്ലിംഗ് പ്രൈസ്. ഇത് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് എന്തോ പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഡിസ്കൗണ്ട് നമുക്ക് 3500 രൂപ എന്ന് കിട്ടി. ഈ ഡിസ്കൗണ്ടിനെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാർക്ക്ഡ് പ്രൈസിനോട് വേണം കമ്പയർ ചെയ്യാൻ. ഡിസ്കൗണ്ട് ഈസ് ഓൾവേസ് കമ്പയർഡ് ടു ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം. സോ അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടിയത്? 20% കിട്ടിയത്. അടുത്ത ചോദ്യം നോക്കാം മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്. യൂഷ്വലി അടുത്ത ചോദ്യത്തിന് ആൻസർ ഉൾപ്പെടെയാണോ വന്നേക്കുന്നത്? ഓക്കെ, സാരമില്ല, ആൻസർ അവിടെ കിടപ്പുണ്ട്, എങ്കിലും നമുക്ക് ചെയ്യാം. രവി സ്പെൻഡ് 70% ഓഫ് ഹിസ് ഇൻകം. അപ്പൊ യൂഷ്വലി രവി സ്പെൻഡ് 70% ഓഫ് ഹിസ് ഇൻകം എന്ന് പറഞ്ഞാൽ രവി സാധാരണ 70% അയാളുടെ വരുമാനം ചെലവാക്കുന്നത്. അപ്പം രവിയുടെ ഇൻകം, എന്നാ രവിയുടെ കയ്യിലോട്ട് 100 രൂപ കിട്ടിയാൽ രവി അതിൽ നിന്ന് എത്ര രൂപ എടുത്ത് ചെലവാക്കൂടാ? അവനൊരു 70 രൂപ എടുത്ത് ചെലവാക്കും. എന്നിട്ട് ബാലൻസ് എത്ര സേവ് ചെയ്യും? എപ്പോഴും ഓർത്തോണം മക്കളെ, സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും കേട്ടോടാ. നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചെലവെല്ലാം കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്തോ കിട്ടുക? നമ്മുടെ സേവിങ്സ് കിട്ടുക. 100 രൂപ വരുമാനമുള്ള ഒരുത്തൻ 70 രൂപ ചെലവാക്കി, അവന്റെ കൈ ബാക്കി എത്ര കാണും? 30 രൂപ കാണും. ഇതായിരുന്നു ഇവ മര്യാദയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ 25%. നേരത്തെ 100 കിട്ടിയവന് ഇപ്പൊ എത്ര കിട്ടുന്നേ? 25% കൂടുതൽ കിട്ടി. അവന്റെ ഇൻകം എത്ര ശതമാനം കൂടിയടാ? 25% കൂടി. അപ്പൊ എത്രയായി? 125 അല്ലേ? പിന്നെന്താ? എക്സ്പെൻഡിച്ചർ ഓൾസോ ഇൻക്രീസസ് ബൈ 10%. അവനപ്പോ അവന്റെ എക്സ്പെൻഡിച്ചറും കൂടി. എത്ര കൂടി എക്സ്പെൻഡിച്ചർ? 10% കൂടി. എത്ര? 70ന്റെ 10% കൂടെ കൂടുക എന്ന് പറയുമ്പോൾ 70 ആയിരുന്നു നേരത്തെ, ഇപ്പൊ അതിന്റെ 10% കൂടി. 70ന്റെ 10% എത്ര മക്കളെ? 7 അല്ലേ? അപ്പൊ 70ന്റെ കൂടി 7 കൂടി എത്ര ഇടാ? 77 ആയി. ശരിയല്ലേ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ, അതായത് ഈ 125ൽ നിന്ന് 77 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും ആരുടെ സേവിങ്സ്? രവിയുടെ പുതിയ സേവിങ്സ് എന്ന് പറയുന്നത്. അതായത് പഴയ സേവിങ്സ് 30 ആണെങ്കിൽ പുതിയത് എത്ര? അതായത് 125ൽ നിന്ന് നമ്മൾ 77 കുറച്ച് എഴുതണം. എത്ര കിട്ടും? 125ൽ നിന്ന് 77 കുറച്ചാൽ 48 എന്ന് കിട്ടും. 48 എന്ന് കിട്ടും. ഓക്കെ എടാ, അപ്പൊ നോക്കിക്കേ, ഇത് ഓൾഡ് സേവിങ്സ് 30 രൂപ, ന്യൂ സേവിങ്സ് എത്ര മക്കളെ? 48 രൂപ. എടാ ഈ 30 എന്നുള്ളത് എത്ര ആയിട്ട് കൂടി? 48 ആയിട്ട് കൂടി. എടാ 30 48 ആയിട്ട് കൂടി. എത്ര രൂപ കൂടിയടാ? 18 രൂപ കൂടി. പെർസെൻറ്റേജ് ക്ലാസ് കണ്ടതാണോ? പെർസെൻറ്റേജ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുന്നതെന്ന്. എടാ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. എടാ എവിടെ നിന്നാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത്? എടാ 30 ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സേവിങ്സ് എന്നല്ലേ? നേരത്തെ 30 ആയിരുന്നു, ഇപ്പൊ 48 ആയി. എത്ര കൂടി? അപ്പൊ എവിടെ നിന്നാ കൂടിയത്? 30ൽ നിന്ന് 48ലോട്ട് കൂടി. അപ്പൊ എവിടെ നിന്നാണോ ഇൻക്രീസ് ഉണ്ടാവുന്നത് അതിനെ ബേസ് എന്ന് വിളിക്കണം. എത്രയാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുന്നത് അതിനെ ചേഞ്ച് എന്ന് വിളിക്കണം. മനസ്സിലായോ? അപ്പൊ അതാണ് ചേഞ്ചും ബേസും. എടാ എവിടെ നിന്നാണോ കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് അതിനെ ബേസ് എന്ന് വിളിക്കണം. എവിടെ നിന്നാണോ കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് അതിനെ ബേസ് എന്ന് വിളിക്കണം. എത്രയാണോ കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത് അതിനെ ചേഞ്ച് എന്ന് വിളിക്കണം. എടാ ഇവിടെ എവിടെ നിന്നാ കൂടുന്നത്? 30. അപ്പൊ 30 ബേസ്. എത്ര കൂടിയത്? 18. 30ൽ നിന്ന് 18 കൂടിയാലല്ലേ 48 കിട്ടത്തുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യടാ. ചേഞ്ച് എന്ന് പറയുമ്പോൾ എത്ര? 18. ബേസ് എത്ര? 30 ഇൻറ്റു 100 അല്ലേ? ഈ 0 വെട്ടിക്കളയുന്ന 3നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടൂടാ? 6. 6 ഇൻറ്റു 10 എത്ര മക്കളെ? 60%. യെസ്. അപ്പൊ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്, 60%. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? സേവിങ്സ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. എവിടെ ഏത് പരീക്ഷയ്ക്ക് പോയാലും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന സാധനമാണ്. അടുത്ത ചോദ്യം, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഇതുവരെയും ഇല്ല. പക്ഷേ ഭാവിയിൽ ഇത് വളരെ വിശദമായിട്ട് തന്നെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തും. ചിലപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആകുമ്പോഴേക്കും ചിലപ്പോൾ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൻ്റെ വീഡിയോസ് എന്തായാലും അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ മക്കളെ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളടാ. എടാ ഇതിൻ്റെ കോൺസെപ്റ്റ് 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. സംഭവം ഇത്രയേ ഉള്ളൂ. എടാ ഒരു നദി എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകുക, ഒരുത്തൻ ബോട്ട് ഓടിച്ചുകൊണ്ട് പോവുക.
എടാ ഈ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നവന് ഈ ബോട്ട് എയിൽ നിന്ന് ബിയിലോട്ട് ഓടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ, നദി ഒഴുകുന്ന എയിൽ നിന്ന് ബിയിലോട്ടാ, ഒഴുക്കിന്റെ കൂടെ ബോട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ ബോട്ടിന്റെ സ്പീഡിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ബോട്ടിന്റെ സ്പീഡ് ബി km/h. എടാ സ്ട്രീമിന്റെ സ്പീഡ് എന്തുവാ, എസ് km/h. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് നദി ഒഴുകുകയാണ്, ബോട്ടും എയിൽ നിന്ന് ബിയിലോട്ടാ പോകുന്നത്. അപ്പൊ ഒഴുക്കിന്റെ കൂടെ പോവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം. എടാ ഡൗൺ സ്ട്രീമിൽ ഒടുക്കത്തെ സ്പീഡായിരിക്കും. കാരണം നിങ്ങളൊരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ചാടി നോക്കിക്കേ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ താഴെ വരും. കാരണം നല്ല സ്പീഡായിരിക്കും, നിങ്ങളൊന്നും ചെയ്യേണ്ട, വെള്ളം നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നോളും. സോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്തായിരിക്കും, B+S km/h ആയിരിക്കും. അതാണ് ഡൗൺ സ്ട്രീം സ്പീഡ്. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ താഴെ വരും, അതാണ് ഡൗൺ സ്ട്രീം. എന്നാൽ അപ്സ്ട്രീമോ എന്തായിരിക്കും? അപ്പൊ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എടാ ഒഴുക്കിനെതിരെ പോകുന്നതാണ് അപ്സ്ട്രീം. അതായത് നദി എയിൽ നിന്ന് ബിയിലോട്ട് ഒഴുകുമ്പോൾ നിങ്ങൾ ബിയിൽ നിന്ന് എയിലോട്ട് പോവുകയാണെങ്കിൽ അതിന്, അതായത് ബിയിൽ നിന്ന് എയിലോട്ട് പോകുന്നത് അപ്സ്ട്രീമും എയിൽ നിന്ന് ബിയിലോട്ട് വരുന്നത് ഡൗൺ സ്ട്രീമും ആയിരിക്കും. ഒഴുക്കിന്റെ കൂടെ വരുന്നത് ഡൗൺ സ്ട്രീം, ഒഴുക്കിനെതിരെ പോകുന്നത് അപ്സ്ട്രീം. എടാ അപ്സ്ട്രീമിലെ സ്പീഡ് എന്തായിരിക്കും? ബോട്ടിന്റെ സ്പീഡിനെ, ഡൗൺ സ്ട്രീമിൽ ബോട്ടിന്റെ സ്പീഡിന് സ്ട്രീം ഒഴുക്കിന്റെ ഒരു തള്ളു പുറകിൽ നിന്നുണ്ടായിരുന്നു. ഇവിടെ ആരുടെയും തള്ളില്ല, ഇല്ല, ഇവിടെ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ല. കാരണം നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നദി ഇങ്ങോട്ട് ഒഴുകുക. സോ നിങ്ങളുടെ സ്പീഡിനെ ഒപ്പോസ് ചെയ്യുവാണ് ആര്? സ്ട്രീമിന്റെ സ്പീഡ്. സോ ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് അത്രയും km/h. എടാ ഇതാണ് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കോൺസെപ്റ്റ്. എന്താണ് ഡൗൺ സ്ട്രീം? ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ് അത്രയും km/h. എന്താണ് അപ് സ്ട്രീം? ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് അത്രയും km/h. എന്റെ പൊന്നു മക്കളെ, ഡൗൺ എന്ന് കണ്ടുകൊണ്ട് കുറയ്ക്കുകയും അപ്പെന്ന് കണ്ടുകൊണ്ട് കൂട്ടുകയും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ഓർത്താൽ മതി. ഡൗൺ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ട് വീഴുക, നല്ല സ്പീഡായിരിക്കും. അപ്പ് കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറുക, അതായത് ഒരു പാലം, ആ പാലത്തിൽ സൈക്കിൾ ചവിട്ടി കയറുന്നു, അപ് സ്ട്രീം, സ്പീഡ് കുറവായിരിക്കും. ആ പാലത്തിൽ നിന്ന് സൈക്കിൾ ചവിട്ടി താഴോട്ട് ഇറങ്ങുന്നു, ഡൗൺ സ്ട്രീം, സ്പീഡ് കൂടുതലായിരിക്കും. ഇനിയും മറക്കത്തില്ലല്ലോ, ഇല്ല, ഇത്രയേ ഉള്ളൂ. എടാ ഇതാണ് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും. ഓക്കെ, എടാ ഈ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും നിങ്ങൾക്ക് തന്നാൽ നിങ്ങളോട് ഇവന്മാർ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊരു ചോദ്യമാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത്. എന്താണ് ഒന്നാമത്തെ ചോദ്യം? എടാ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. എന്തോ ഈ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത വെള്ളത്തിലെ സ്പീഡ്. അതായത് നിങ്ങൾക്ക് ഡൗൺ സ്ട്രീം തരും, അതായത് എന്തുവാ B+S. അപ് സ്ട്രീം തരും, എന്തുവാടാ B-S. ഇത് രണ്ടും നമ്മൾ പഠിച്ചതാ. ഇത് രണ്ടും നമുക്ക് തന്നിട്ട് നമ്മളോട് ചോദിക്കും ബി മാത്രം കണ്ടുപിടിക്കാൻ, അതായത് ബോട്ടിന്റെ മാത്രം സ്പീഡ്. അതാണ് ഈ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്, ഒഴുക്കില്ലാത്ത വെള്ളം, വെള്ളം, ഒഴുക്കില്ലാത്ത വെള്ളം അല്ലെങ്കിൽ നിശ്ചല ജലത്തിലെ വേഗത. എടാ ഒഴുക്കില്ലാത്ത വെള്ളത്തിലെ വേഗത അല്ലെങ്കിൽ നിശ്ചല ജലത്തിലെ വേഗത എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തന്നിട്ടുണ്ട്, അതായത് B+S-ഉം B-S-ഉം തന്നിട്ടുണ്ട്. ബി മാത്രം കണ്ടുപിടിക്കണം. ഞാൻ ഇത് തമ്മിൽ കൂട്ടാൻ പോവാ. അപ്പൊ ബിയും ബിയുടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയടാ? 2B. ഡൗൺ സ്ട്രീം അപ് സ്ട്രീമോടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 2B കിട്ടി. എനിക്ക് 2B ആണോ വേണ്ടേ? അല്ല, വെറും B ആ വേണ്ടേ? എടാ 2Bയെ വെറും B ആക്കാൻ 2 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെയും 2 കൊണ്ട് ഹരിക്കണം. അതായത് സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളിൽ ചോദിക്കും. അതായത് ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡും തന്നിട്ട് സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൗൺ സ്ട്രീം പ്ലസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. ഇനി ഇവന്മാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം അതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ സ്ട്രീം ഓർ സ്പീഡ് ഓഫ് ദ കറന്റ് ഓർ റേറ്റ് ഓഫ് ദ കറന്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അതായത് നദിയുടെ വേഗത എത്ര അല്ലെങ്കിൽ ഒഴുക്കിന്റെ വേഗത എത്ര. അവിടെ നമുക്ക് ഇവന്മാർ എന്തൊക്കെ തരുവടാ? ഡിയും യുവും തരും. അതായത് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തരും. ഡി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? B+S. യു എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺ സ്ട്രീം സ്പീഡാണ് B+S. അപ് സ്ട്രീം സ്പീഡ് എന്താടാ? B-S. ഓക്കെ, ഇത് രണ്ടും തരും. ഇപ്രാവശ്യം ഞാൻ കുറയ്ക്കുവാണേ, D-U. എടാ B-B 0 കിട്ടും. S -S എന്തോ കിട്ടൂടാ? 2S എന്ന് കിട്ടും. എനിക്ക് 2S ആണോ വേണ്ടേ? അല്ല, S ആ വേണ്ടേ. 2Sനെ S ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ചിട്ട് പകുതി കാണണം. അതായത് സ്പീഡ് ഓഫ് ദ സ്ട്രീം ഓർ സ്പീഡ് ഓഫ് ദ കറണ്ട് എന്ന് ചോദിച്ചാൽ ഡൗൺ സ്ട്രീം പ്ലസ് അല്ല മൈനസ്, ഡൗൺ സ്ട്രീം മൈനസ്
അപ്സ്ട്രീം ഡിവൈഡഡ് ബൈ 2. എടാ ഇങ്ങോട്ട് നോക്കി, സംഭവം ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് വളരെ എളുപ്പമാണ്. എടാ ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തന്നു. കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിന്റെ സ്പീഡ്, കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിന്റെ സ്പീഡ്. അത്രേ ഉള്ളൂ. എടാ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ് വളരെ സിമ്പിൾ ആണ്. എന്താണ്? കൂട്ടിയിട്ട് പകുതി, ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തന്നിട്ടുണ്ട്. കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിന്റെ സ്പീഡ്, കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിന്റെ സ്പീഡ്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിനകത്തിലില്ല. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടോ? എന്തൊക്കെയുണ്ട്? ഡൗൺ സ്ട്രീം അറിയാം, അപ് സ്ട്രീം അറിയാം. ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും തന്നാൽ ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കാണാൻ അറിയാമല്ലോ. ഓക്കെ, എങ്കിൽ വാ നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്ക്. എ മാൻ റോസ് അപ്സ്ട്രീം 15 km/h. അപ്പം ഇവൻ അപ്സ്ട്രീമിന്റെ സ്പീഡ് അല്ല, അപ്സ്ട്രീം ഡിസ്റ്റൻസ് ആ പറഞ്ഞേക്കുന്നത് 15 km സഞ്ചരിക്കും. ഡൗൺ സ്ട്രീം എത്ര? 18 km. രണ്ടിനും ഈ ക്നാപ്പൻ 3 മണിക്കൂർ വെച്ചാണ് സമയം എടുക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ആ തന്നേക്കുന്നത്, ടൈമും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം സ്പീഡ് കിട്ടുമെന്ന്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ രണ്ടിനെ 3 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ എത്ര കിട്ടൂടാ? അപ്സ്ട്രീമിന് 5 km/h, ഡൗൺ സ്ട്രീമിന് 6 km/h. എടാ അപ്സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോന്നു? നമുക്ക് ഇനി ഒന്നുമില്ല. കൂട്ടിയിട്ട് പകുതി കണ്ടാൽ ബോട്ടിന്റെ സ്പീഡ്, കുറച്ചിട്ട് പകുതി കണ്ടാൽ സ്ട്രീമിന്റെ സ്പീഡ്. ഇവർ എന്തോ ചോദിച്ചേക്കുന്നത്? സ്ട്രീമിന്റെ സ്പീഡ്. സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തോ? കുറച്ചിട്ട് പകുതി കാണുക. ഡൗൺ സ്ട്രീം മൈനസ് അപ് സ്ട്രീം ഡിവൈഡഡ് ബൈ 2. 6 - 5 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 1/2. 1ന്റെ പകുതി എത്രടാ? 0.5. ദാറ്റ്സ് ഇറ്റ്. സോ 0.5 km/h. സോ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. സോ ബേർഡ്സ് ആൻഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടൈം ആൻഡ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ബാക്കിയെല്ലാം സിമ്പിളോ സിമ്പിൾ. ഓക്കെ, എടാ അടുത്ത ചോദ്യം. എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 30 hours ഡ്യൂ ടു എ ലീക്കേജ് ഇൻ ദ ബോട്ടം. ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ 50 hours. ഹൗ മച്ച് ടൈം വിൽ ദ ലീക്കേജ് ടേക്ക് ടു empty the completely filled tank? Okay. Leakage take to empty the completely filled the tank. അതായത് ഒരു ടാങ്ക് 30 മണിക്കൂർ കൊണ്ട് മര്യാദയ്ക്ക് ഫില്ല് ആവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ലീക്കേജ് ഉണ്ട്. അതായത് ഇതാണ് നമ്മുടെ ടാങ്ക്. ഈ ടാങ്ക് മര്യാദയ്ക്ക് ഫില്ല് ചെയ്യുന്ന പൈപ്പാണ്. ഇത് ഞാൻ ഈ പൈപ്പിനെ എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ടാങ്ക് വെച്ച് ഈ പൈപ്പ് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു. മര്യാദയ്ക്ക് ഫില്ല് ചെയ്യാനായിട്ട് 30 മണിക്കൂർ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു ലീക്ക് വന്നിട്ടുണ്ട്. ഈ ലീക്ക് എന്ന് പറഞ്ഞാൽ അൺഅസൈൻഡ് പൈപ്പാണ്. നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല, പക്ഷെ അതൊരു empty പൈപ്പിന്റെ ഫംഗ്ഷൻ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ലീക്കിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, അൺഅസൈൻഡ് empty പൈപ്പ്. നമ്മൾ വെച്ച് കൊടുത്തതല്ല, പക്ഷെ അതൊരു empty പൈപ്പിന്റെ ജോലി അവിടെ ചെയ്യുന്നുണ്ട്. ഈ ടൈം ആൻഡ് വർക്കിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വർക്ക് എഫിഷ്യൻസി, ടൈം, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഗറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നതാണ് എന്ത്? ഈ പൈപ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അത് പറയാൻ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ പറയണം. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യാനായിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് തൽക്കാലം പഠിപ്പിച്ചു തരാം. ഈ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ ഇതിന് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ടെക്നിക്ക് നടക്കത്തില്ല. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് GDക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൻ്റെ കാര്യം പറഞ്ഞു തന്ന പോലെ അത്ര എളുപ്പമല്ല. കുറേ 3-4 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ പൈപ്സ് ആൻഡ് സിസ്റ്റൻ്റെ ആ ഒരു ക്രക്സിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അത് ഞാൻ വൃത്തിയായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരാം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ റൂൾ ഓഫ് ഫ്ലിപ്പോ എഫിഷ്യൻസി മെത്തേഡോ ഒന്നും എടുക്കണ്ട. ഞാൻ ഈ പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അങ്ങ് ചെയ്താൽ മതി. XY ഡിവൈഡഡ് ബൈ X മൈനസ് വൈ. XY ഡിവൈഡഡ് ബൈ X മൈനസ് വൈ. X എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? ഈ രണ്ട് വാല്യൂസിനെ എക്സും വൈയും ആയിട്ട് അങ്ങ് എടുത്താൽ മതി. സോ 50 × 30 ഡിവൈഡഡ് ബൈ 50 - 30 അത്രയേ ഉള്ളൂ. അപ്പോൾ 50 × 30 ഡിവൈഡഡ് ബൈ 50 - 30 എത്രടാ? 20. സോ നമുക്ക് ഈ 0യും കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ 2ഉം ഈ 50യും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 25 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 75 hours ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ശരിയാണോ നോക്കാം? യെസ്, 75 hours. സോ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കണം? ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ചോദ്യം ആ രീതിയിൽ ചോദിക്കണം. അതാണ് ഷോർട്ട് കട്ടിന്റെ കുഴപ്പം. അപ്പോൾ ചോദിക്കും, സാർ ഇതിന്റെ കോൺസെപ്റ്റ്, ഇതിന്റെ പുറകിലുള്ള കോൺസെപ്റ്റ് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ടൈം ആൻഡ് വർക്ക് പറഞ്ഞതുപോലെ തന്നെ പൈപ്സ് ആൻഡ് സിസ്റ്റം വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ഇതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. തൽക്കാലം ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കണം? ഫില്ല് ചെയ്യാൻ ഇത്ര സമയം വേണം. ഫില്ല് ചെയ്യുന്ന സമയത്ത് കൂടി തന്നെ empty പൈപ്പ് കൂടെ ഉള്ളത് കൊണ്ട് സമയം ഇത്ര കൂടി. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ആ ഫില്ലായ ടാങ്ക് empty ആവാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ ഷോപ്കീപ്പർ സെൽസ് ആൻ ഐറ്റം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15% ആൻഡ് യൂസസ് എ വെയ്റ്റ്സ് വിച്ച് ഇസ് 20% ലെസ്. ഫൈൻഡ് ദി ആക്ച്വൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇടാ, ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. ഇതിലും നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ഷോർട്ട് കട്ട് ഇതാണ് മക്കളെ. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ P പ്ലസ് Q ഡിവൈഡഡ് ബൈ 100 മൈനസ് Q ഇൻറ്റു 100. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ ഷോർട്ട് കട്ട് പഠിക്കുക. എടാ, P പ്ലസ് Q ഡിവൈഡഡ് ബൈ 100 മൈനസ് Q ഇൻറ്റു 100. എടാ, P എന്ന് പറഞ്ഞാൽ പ്രൈസിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? 15%. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറച്ച് വിൽക്കുന്നത് എത്ര? 20% ക്വാണ്ടിറ്റി കുറച്ചാണ് അയാൾ വിൽക്കുന്നത്. ഡിവൈഡഡ് ബൈ 100 മൈനസ് Q എത്ര? 20 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടൂടാ? 35 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 350 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടുന്നു. എത്ര കിട്ടും ആൻസർ? 43.75 എന്ന് കിട്ടും. എത്ര? 43.75. ശരിയാണോ? യെസ്, 43.75% എന്ന് കിട്ടും. ഇനി ഇതിന്റെ പുറകിൽ എന്താ നടക്കുന്നത്? സപ്പോസ് 1 ഗ്രാമിന് 1 രൂപയാണെന്ന് വിചാരിക്കാം. ഇവിടെ 1 ഗ്രാമിന് 1 രൂപ. ഈ കടക്കാരൻ എന്താ പറയുന്നത്? 100 ഗ്രാം നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ നമ്മൾ അയാൾക്ക് 115 രൂപ കൊടുക്കണം. ഓക്കെ, സോ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് എത്ര? 15%. എടാ, അപ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എത്ര? 115% ആണല്ലോ. പക്ഷേ ഈ 100 ഗ്രാമിന് 1 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് 100 ഗ്രാം കിട്ടണം. പക്ഷേ അയാൾ നമുക്ക് എത്ര ഗ്രാമേ തരുന്നുള്ളൂ? 80 ഗ്രാമേ തരുന്നുള്ളൂ. അപ്പോൾ അയാൾ 20% ക്വാണ്ടിറ്റി കുറച്ചാ തരുന്നത്. നമ്മൾ 100 ഗ്രാം ചോദിച്ചാൽ നമുക്ക് 80 ഗ്രാമേ തരത്തുള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാളുടെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എത്ര? 80 രൂപയെ ചെലവാകുന്നുള്ളൂ. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. നമ്മൾ 100 ഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് 115 രൂപ കൊടുക്കുന്നു. 115 രൂപ കൊടുക്കുന്നു. അപ്പോൾ അയാൾക്ക് സെല്ലിംഗ് പ്രൈസ് എത്ര? 115. അപ്പോൾ 80 ചെലവാക്കി അയാൾക്ക് 115 രൂപ കിട്ടുന്നു. അപ്പോൾ അയാൾക്ക് എത്ര ലാഭം? എത്ര? അയാളുടെ ലാഭം എത്ര? 115 രൂപ കിട്ടി, 80 രൂപ ചെലവായി, 35 രൂപ ലാഭം. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ? പ്രോഫിറ്റ് എത്രടാ? 35. കോസ്റ്റ് പ്രൈസ് എത്ര? 80 ഇൻറ്റു 100. അന്നേരമാണ് നമുക്ക് 43.75% എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എന്ത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ P പ്ലസ് Q ഡിവൈഡഡ് ബൈ 100 മൈനസ് Q ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷൻ. സോ അത് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഇവിടെ അടുത്ത ചോദ്യം, ഇത് നമ്മൾ തൊട്ട് മുൻപത്തെ ദിവസം നമ്മൾ ഏജസിൽ പറഞ്ഞ അതേ ചോദ്യമാണ്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദ്യം നോക്കാം. ദ റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ്. അപ്പോൾ ഏജസ് കണ്ടിട്ടില്ല എങ്കിൽ, പ്രോബ്ലംസ് ഓൺ ഏജസ് കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് കാണുക. ദ റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എന്താണ്? ഷിൻജാൻ ആൻഡ് അമയ. എന്തേലും ആട്ടെ. അപ്പോൾ എസും എയും. എടാ, അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സിന്റെ റേഷ്യോ എത്രടാ? 3:4. 3:4. 10 വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ റേഷ്യോ എത്ര ആവും? 5:6 ആവും. എടാ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 2 പീരീഡും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. പെർസെൻറ്റേജ് കഴിഞ്ഞ് 10 വർഷം കൂടെ കഴിഞ്ഞ് ഗ്യാപ്പ് എത്രടാ? 10 ഇൻറ്റു നമുക്കൊരു പെർസെൻറ്റേജിൻ്റെ റേഷ്യോയും കാണും, അല്ലാത്തൊരു റേഷ്യോയും കാണും. പെർസെൻറ്റേജിൻ്റെ റേഷ്യോ ആണ് 3:4. അതല്ലാത്തൊരു റേഷ്യോ ഉണ്ട് 5:6. ആ പെർസെൻറ്റേജ് അല്ലാത്ത റേഷ്യോന്റെ ഡിഫറൻസ് എടുക്കട. എത്ര കിട്ടും? 1. ഡിവൈഡഡ് ബൈ ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് എന്ന് പറയും. എന്തുവാ? ഒന്നുമില്ല, ഇങ്ങനെ ഗുണിക്കുക. 3നെ 6 കൊണ്ട് ഗുണിക്കുക. എത്ര? 18. ക്രോസ് ആയിട്ട് ഗുണിക്കുക. പിന്നെ 5നെ 4 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടൂടാ? 20. 18ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച്, വലുതിൻ്റെ ചിഹ്നം ഒന്നും ഇടണ്ട. വ്യത്യാസം വലുതിൽ നിന്ന് ചെറുതും കുറച്ചാൽ മതി. പ്ലസും മൈനസും ഒന്നും നോക്കണ്ട. 20ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം എത്രടാ? 2. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കളയുന്നു. നമുക്ക് എത്ര കിട്ടി? 5. എൻ്റെ പൊന്നു മക്കളെ, ഈ 5നെ പ്രസന്റ് റേഷ്യോയിലിട്ട് അങ്ങ് ഗുണിച്ചാൽ മതി. അതായത് എന്താണ് ഷിൻജാനും അമയും എസും എയും റേഷ്യോ എത്രയായിരുന്നു? പ്രസന്റ് റേഷ്യോ എടുക്കുക. എത്രയായിരുന്നടാ? 3:4. എടാ, ഈ കിട്ടിയ ഉത്തരം ഉണ്ടല്ലോ, ഈ 5 ഇതുകൊണ്ട് ഇതിനെ അങ്ങ് ഗുണിച്ചാൽ മതി. 1 വയസ്സ് കിട്ടും. ഇതിൽ 6 വയസ്സാണ് വേണ്ടേ? ഇപ്പോൾ ഷിൻജാൻ്റെ ആണെങ്കിൽ 15ഉം അമയുടെ ആണെങ്കിൽ 20. നമുക്ക് 6 വേണ്ടേ? അമയുടെയാണ് വേണ്ടേ? 20 ആണോ? അതെ, യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഓർത്തിരുന്നാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എടാ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് റോഡ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ റൂം
10 meter long, 8 meter broad and 6 meter high. ഇതൊരു ക്യൂബോയിഡിനകത്തിലാണ് ഈ സാധനം നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. √L² പ്ലസ് B² പ്ലസ് H². ഇവിടെ എല്ലും ബിയും എച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? 10 meter long, 8 meter broad ആൻഡ് 6 meter ഹൈറ്റ്. സോ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √10² പ്ലസ് 8² പ്ലസ് 6². നോക്കടാ, എടാ 10ന്റെ സ്ക്വയർ എത്ര? 100 പ്ലസ് 8ന്റെ സ്ക്വയർ എത്ര? 64 പ്ലസ് 6ന്റെ സ്ക്വയർ എത്ര? 36. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? √200 എന്ന് കിട്ടും. അപ്പം ഇത് √200 എന്ന് പറയുമ്പോൾ നമ്മൾ 200നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. 200 ഡിവൈഡഡ് ബൈ 2 100, 100 ഡിവൈഡഡ് ബൈ 2 50, വീണ്ടും 2 25, വീണ്ടും നമുക്ക് 5, വീണ്ടും 5, വീണ്ടും 5 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2ന് പകരം ഒരു 2 എടുക്കണം അല്ലേ? ഫാക്ടറൈസ് ചെയ്യുന്ന പോലെ വീണ്ടും 2 എടുക്കാൻ ഇവിടെ ഇല്ല. പക്ഷേ 2 5ന് പകരം നമുക്ക് എന്തെടുക്കാം? ഒരു 5 എടുക്കാം. ഇൻറ്റു പിന്നെ ഈ 2 മാത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൂട്ടിനകത്തിൽ അതിനെ എഴുതും. അപ്പോൾ 2 × 5 10 √2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ക്യൂബോയിഡിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ √L² പ്ലസ് B² പ്ലസ് H² എന്നുള്ള ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രം മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. സോ 10 √2 എന്ന് കിട്ടും. ശരിയാണോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. What value should come in place of question mark in the following question? അതായത് ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. എടാ ബോട്ട് മാസ് ഓർമ്മയില്ലേ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതിപ്പം ഇത്രയും വലുതായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എടാ ഇങ്ങോട്ട് നോക്ക്. 15 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 14 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ √361 ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ്. എടാ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളത് വേണം ചെയ്യാൻ. 15നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും മക്കളെ? 5. എടാ 5ൻ്റെ കൂടെ 14 കൂട്ടി എത്ര കിട്ടും? 19 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ എന്തോ? എടാ √361 എന്ന് പറഞ്ഞാൽ 19ന്റെ സ്ക്വയർ അല്ലേ? 19ന്റെ സ്ക്വയർ അല്ലേ 361? അപ്പോൾ √361 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 19 ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? എടാ 19 കൊണ്ട് ഇവിടെ ഗുണിക്കുന്നു, ഇവിടെ ഹരിക്കുന്നു. ഗുണിക്കുന്നത് ഹരിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനെ നാരായണത്ത് ഭ്രാന്തൻ സിൻഡ്രോം എന്ന് പറയും. ഒരു കല്ല് ഉരുട്ടി മുകളിലോട്ട് കയറ്റുന്നു, എന്നിട്ട് താഴോട്ട് ഇടുന്നു. എന്നാൽ പിന്നെ കല്ല് താഴെ വെച്ചാൽ പോരെ. ഗുണിക്കുന്നത് ഹരിക്കാൻ വേണ്ടി ആവരുത്. അങ്ങനെയാണെങ്കിൽ വെട്ടിക്കളയുക. അതായത് നിങ്ങൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? 19 × 5 ഡിവൈഡഡ് ബൈ 19. തലയ്ക്ക് ഓളം ഉണ്ടോളാം ഇത് തമ്മിൽ വെട്ടിക്കളയാൻ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇതങ്ങ് കട്ട് ചെയ്ത് കളയണം. ഒരിടത്ത് ഗുണിക്കുന്നു, വേറൊരിടത്ത് കൊണ്ട് ഹരിക്കുന്നു. ഒരു കാര്യവുമില്ല. സോ അതങ്ങ് കട്ട് ചെയ്ത് പോകും. സോ ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 5. സോ ആൻസർ എത്ര കിട്ടും? 5. അതാ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് പേന പോലും എടുക്കാതെ തന്നെ മനസ്സിലാലോചിച്ച് ചെയ്യാം. 15നെ 3 കൊണ്ട് ഹരിച്ച 5, 5ഉം 14 കൂട്ടിയ 19. 19 × 5 ഡിവൈഡഡ് ബൈ 361ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ 19 ആണ്. സോ 19 × 5 ഡിവൈഡ് ബൈ 19 എന്ന് പറയുമ്പോൾ 19 കട്ട് ചെയ്ത് പോകും. പിന്നെ 5 ആയിരിക്കും കിട്ടുക. ഈസിലി നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഏതായാലും 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. എനിക്കറിയാം 10 ചോദ്യങ്ങളൊന്നും ആവുന്നില്ല എന്ന്. സോ നിങ്ങളിത് കണ്ടു നോക്കുക. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ഇത്രയും ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ പാർട്ട് 2 വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. ചോദ്യങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് അത് ഒരുപാട് ലെങ്തുള്ള വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചെറിയ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടു നോക്കുക. GD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കുക. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നെങ്കിൽ വീണ്ടും തീർച്ചയായും നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതുപോലെ എത്ര പാർട്ടുകൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ തന്നെ 10 ചോദ്യങ്ങൾ നിങ്ങളിവിടെ കണ്ടാൽ നിങ്ങൾ 100 ചോദ്യങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കുക. അതുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കിനിയും വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.